ഓം ഗം ഗണപതയേ നമഃ. ഓം സിദ്ധലക്ഷ്മീ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ സിദ്ധലക്ഷ്മി സഹിതനായ ശ്രീ മഹാഗണപതിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ധ്യാന ശ്ലോകമാണ് ബീജാപൂരഗദേക്ഷുകാർമുകരുച ചക്രാബ്ജ പാശോൽപല എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകം. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ധ്യാന ശ്ലോകത്തിൻ്റെ പദച്ഛേദം, സ്ഥൂലാർത്ഥം, അക്ഷരസ്ഫുടതയോടെ ഈ ധ്യാന ശ്ലോകം എങ്ങനെ ജപിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ്. ശ്രീവിദ്യ മന്ത്രസാധനയാകട്ടെ, അല്ലെങ്കിൽ നവാക്ഷരി മന്ത്രസാധനയാകട്ടെ, അല്ലെങ്കിൽ ദേവീപരമായ ഏതൊരു മന്ത്രസാധനയിലും ആദ്യം ഗുരുമുഖത്തു നിന്നും ലഭിക്കുന്ന ഒരു ജപവിധാനമാണ്, അല്ലെങ്കിൽ ജപവിധിയാണ് ശ്രീ മഹാഗണപതി ഭഗവാന്റെ മന്ത്ര ജപവിധി. അപ്പം അതിൽ മന്ത്രദ്രഷ്ടാവായ ഋഷി, ഛന്ദസ്, ദേവത, ബീജം, ശക്തി, കീലകം, വിനിയോഗം, പ്രാണായാമം, കരന്യാസം, അംഗന്യാസം, ധ്യാനം എന്നിങ്ങനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ജപക്രമം. ഇതിൽ ധ്യാനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഏത് ദേവതയുടെ ബീജമന്ത്രമാണോ, അല്ലെങ്കിൽ ബീജമന്ത്രങ്ങൾ അടങ്ങിയ നാമമന്ത്രങ്ങളാണോ നാം ജപിക്കാൻ പോകുന്നത്, ആ ദേവതയുടെ രൂപം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് പഞ്ചോപചാരം ചെയ്തിട്ടാണ് ജപം തുടങ്ങുക. ആ ധ്യാന ശ്ലോകത്തിൽ തന്നെ ആ ദേവതയുടെ സ്ഥൂലരൂപം, ധരിച്ചിരിക്കുന്ന വേഷഭൂഷാദികൾ, അനുഗ്രഹ സ്വഭാവം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ധ്യാന ശ്ലോകത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പിന്നെ നമ്മൾ ജപത്തിലുടനീളം ആ ബീജമന്ത്രങ്ങൾ ജപിക്കുമ്പോഴൊക്കെ ആ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള ദേവതയുടെ ആ സ്ഥൂലരൂപമായിരിക്കും ഉപാസകൻ്റെ ഹൃദയകമലത്തിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ധ്യാന ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഭഗവാന്റെ ഉദ്ഭവം, ഭഗവാന്റെ അവതാരത്തിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ഒരു മന്ത്രമാണ് കാമേശ്വരമുഖാലോകകൽപ്പിത ശ്രീ ഗണേശ്വര. അതായത് കാമേശ്വരൻ്റെ മുഖത്തേക്ക് നോക്കിയതിൽ നിന്നും കൽപ്പിതനായ, അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട ശ്രീ ഗണേശ്വരനോട് കൂടിയ ആ അമ്മയ്ക്ക് നമസ്കാരം. നമുക്കിതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഒരു സന്ദർഭം കൂടി നോക്കി മുന്നോട്ട് പോകാം. സാക്ഷാൽ ലളിതാ പരമേശ്വരിയും ദേവിയുടെ സൈന്യങ്ങളും, അതായത് മന്ത്രിണി, ദണ്ഡിനി തുടങ്ങിയ ദേവിയുടെ സൈന്യാധിപകൾ, ദേവി, പിന്നെ മറുവശത്ത് ഭണ്ഡാസുരൻ്റെ പുത്രന്മാർ, അനുജന്മാർ തുടങ്ങിയ സേനകൾ, അവർ തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയം ബാലാദേവി തൻ്റെ പുത്രന്മാരെ വധിച്ചതറിഞ്ഞ്, ബാലാദേവി ആരാന്നറിയാലോ, എപ്പോഴും 9 വയസ്സുള്ള അമ്മയുടെ സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ മകളാണ് ബാലാദേവി. ബാലാമന്ത്രത്തെക്കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ഗുരുമുഖത്തു നിന്ന് കിട്ടേണ്ടതാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീ മഹാഗണപതിയുടെ മന്ത്രം, ഈ പറഞ്ഞ മന്ത്രം, അതിനുശേഷം ബാല, അതിനുശേഷം പഞ്ചദശി, ഷോഡശി, മഹാഷോഡശി എന്നിങ്ങനെയാണ് ഒരു ശ്രീവിദ്യ മന്ത്ര സമ്പ്രദായം. അപ്പോൾ ഈ ബാലാദേവി തൻ്റെ പുത്രന്മാരെ വധിച്ചതറിഞ്ഞ് ഭണ്ഡാസുരൻ ദുഃഖിതനായി വിലപിച്ചു. അതിനുശേഷം പ്രതികാര ബുദ്ധി കൊണ്ട് വർദ്ധിച്ച വീര്യത്തോടെ വിശുക്രൻ എന്ന തൻ്റെ അനുജനെ വിളിച്ച് പറഞ്ഞു, നീ അദൃശ്യനായി ദേവിയുടെ ശക്തി സൈന്യത്തിൽ ചെന്ന് ജയവിഘ്നം എന്ന ഒരു യന്ത്രത്തെ സ്ഥാപിക്കുക. അപ്പോൾ ഈ ജയവിഘ്നം എന്ന യന്ത്രം ഒരു അരക്കാതം നീളവും അത്ര തന്നെ വീതിയുമുള്ള ഒരു ഫലകത്തിൽ ഒരുപാട് ദുർമൂർത്തികൾ, അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളെയൊക്കെ ബലി കൊടുത്ത് എന്താ പറയുക, അത്രയും നികൃഷ്ടമായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു യന്ത്രമാണ്. ആ യന്ത്രം ദേവീ സൈന്യത്തിൽ സ്ഥാപിച്ചാൽ ഉടൻ തന്നെ ദേവിയുടെ ശക്തി സൈന്യങ്ങളെല്ലാം ഉറക്കത്തിലാവുകയും, അല്ലെങ്കിൽ ആലസ്യത്തിലാവുകയും, ആ സമയം നമുക്ക് സേനകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്നാണ് ഭണ്ഡാസുരൻ വിശുക്രനോട് പറഞ്ഞത്.
പക്ഷേ ജ്വാലാമാലിനി ദേവിയുടെ അഗ്നിപ്രാകാരത്തിനുള്ളിൽ ഇരിക്കുന്ന ദേവിയെയും ശക്തി സൈന്യത്തെയും, അതായത് വിശുക്രന് ആ ശിബിരത്തിനുള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ജയവിഘ്നം എന്ന യന്ത്രത്തിനെ വിശുക്രൻ ഈ അഗ്നിപ്രാകാരത്തിന് പുറത്തുനിന്ന് തന്നെ പ്രക്ഷേപിച്ചു. ആ യന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ലളിതാദേവിയുടെ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് യുദ്ധത്തിൽ ആസ്ഥയില്ലാത്തവരായി തീർന്നു. പക്ഷേ മന്ത്രിണി ദേവിയെയും ദണ്ഡിനി ദേവിയെയും ഈ യന്ത്രത്തിൻ്റെ വികാരങ്ങൾ ബാധിച്ചില്ല. അവർ ഇതികർത്തവ്യമൂഢരായി ലളിതാദേവിയെ ചക്രരാജരഥത്തിൽ ചെന്നുകണ്ട് സേനയ്ക്ക് വന്ന ആലസ്യമുണർത്തിച്ചു. ഇത് കേട്ട സാക്ഷാൽ ആദിപരാശക്തി ശ്രീ മഹാകാമേശ്വരി തൻ്റെ ഭർത്താവായ മഹാകാമേശ്വരൻ്റെ മുഖത്ത് നോക്കി മന്ദഹസിച്ചു. ആ മന്ദസ്മിത പ്രഭാപുഞ്ചത്തിൽ നിന്നും മുഖം ഗജാകൃതിയോട് കൂടിയവനും കവിൾത്തടങ്ങളിൽ നിന്ന് മദജലം ഒലിക്കുന്നവനുമായ ശ്രീ മഹാഗണപതി അവതരിച്ചു. ശ്രീ മഹാഗണപതിയുടെ രൂപം ലളിതോപാഖ്യാനത്തിൽ ഇങ്ങനെ വർണ്ണിക്കുന്നു. ചെമ്പരത്തിപ്പൂവിൻ്റെ പാടലവർണ്ണത്തെ അപഹരിക്കുന്ന ദേഹകാന്തിയുള്ളവനായും, പിന്നെ ഭഗവാന്റെ ഐക്കോണോഗ്രാഫിയാണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത്. അതായത് ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ 3 കണ്ണുള്ളതാണ്, 3 കണ്ണുകളുണ്ട്. ശിരസിൽ ചന്ദ്രക്കല ധരിച്ചിട്ടുണ്ട്. പിന്നെ താഴത്തെ വലതുകൈയിൽ മാതള നാരങ്ങ, രണ്ടാമത്തെ കയ്യിൽ ഗദ താഴെ നിന്നും മുകളിലോട്ട് പോകുമ്പോൾ, മൂന്നാമത്തെ വലതുകൈയിൽ കരിമ്പ് വില്ല്, നാലാമത്തെ കയ്യിൽ ത്രിശൂലം, അഞ്ചാമത്തെ വലതുകൈയിൽ ചക്രം. ഇനി മുകളിൽ നിന്നും താഴോട്ട് ക്രമമായി ഇടതുഭാഗത്ത് മുകളിലത്തെ ഇടത്തെ കയ്യിൽ നിന്നും താമര, അതായത് 6ാമത്തെ കയ്യിൽ, 7ാമത്തെ കയ്യിൽ പാശം, 8ാമത്തെ കയ്യിൽ നീലോൽപ്പലം, നീലത്താമര അല്ലെങ്കിൽ നീല ആമ്പൽ, പിന്നെ നെൽക്കതിരിൻ്റെ ഒരു കൂട്ടം, പിന്നെ 9ാമത്തെ കയ്യിൽ നെൽക്കതിര്, 10ാമത്തെ കയ്യിൽ തൻ്റെ തന്നെ കൊമ്പ്, പൊട്ടിയ വിഷാണം കൊമ്പ്. അതിനുശേഷം തുമ്പിക്കൈയിൽ അമൃത് നിറച്ച രത്നകുംഭം എന്നിവ ധരിച്ചവനും കുടവയറുള്ളവനും മതം കൊണ്ട് വർദ്ധിച്ച ശബ്ദമുള്ളവനും സർവാഭരണഭൂഷിതയായി സിദ്ധലക്ഷ്മി എന്ന തൻ്റെ പ്രിയയാൽ ആലിംഗിതനായും ഇരിക്കുന്ന ആ ദേവൻ ശ്രീ മഹാദേവിയെയും ശ്രീ മഹാദേവനെയും നമസ്കരിച്ച് അവരുടെ ആശീർവാദത്തോടു കൂടി ആ യന്ത്രം നശിപ്പിക്കാനായി അവിടെ നിന്നും പോയി. ആ ശ്രീ മഹാഗണപതി തൻ്റെ വജ്രം പോലെ ദുസ്സഹമായ കൊമ്പുകൊണ്ടുള്ള പ്രഹരത്താൽ ആ ജയവിഘ്നം എന്ന യന്ത്രത്തെയും അതുപോലെ തന്നെ അതിലെ ദുർമൂർത്തികളെയും മറ്റും ചൂർണമാക്കി ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞു. വിഘ്നയന്ത്രം നശിച്ചതോടെ ദേവീ സൈന്യം ആലസ്യം നീങ്ങി യുദ്ധസജ്ജരായി. ഇതാണ് ആ ഒരു ഭഗവാന്റെ ഒരു അവതാര സന്ദർഭം. ഇനി നമ്മളെ ധ്യാന ശ്ലോകത്തിലേക്ക് കടക്കാം. ഓം, ഞാനത് ആദ്യം ചൊല്ലാൻ മതി. ബീജാപൂരഗദേക്ഷുകാർമുകരുച ചക്രാബ്ജപാശോൽപല വ്രീഹ്യഗ്രസ്വവിഷാണരത്നകലശത് പ്രോദ്യത്കരാംഭോരുഹ ധ്യേയോ വല്ലഭയാ സപത്മകരയാശ്ലിഷ്ടോജ്വലഭൂഷയാ വിശ്വോൽപത്തി വിപത്തി സംസ്ഥിതികരോ വിഘ്നേശോ ഇഷ്ടാർത്ഥദ. അപ്പം നമുക്ക് ഈ ധ്യാന ശ്ലോകത്തെ ഒന്ന് ഓരോ വരിയായി പദച്ഛേദം ചെയ്ത് ഒന്ന് റിവേഴ്സിൽ ചൊല്ലി നോക്കാം, പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട്. അപ്പോൾ ഒന്നാമത്തെ വരി ബീജാപൂരഗദേക്ഷുകാർമുകരുച ചക്രാബ്ജപാശോൽപല. ഉൽപ്പല, ഈ ഉൽപ്പല എന്ന് നീട്ടിയിട്ടുണ്ട് ഇവിടെ. ഇപ്പം നീട്ടിക്കഴിഞ്ഞാൽ അത് സ്ത്രീ ദേവതാ മന്ത്രങ്ങളെയാണ് ഈ ഒക്കെ നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അതായത് സ്ത്രീലിംഗമാണത്. ഇപ്പോൾ ശിവ എന്ന് പറഞ്ഞാൽ ദേവിയായി, ശിവ അല്ലെങ്കിൽ ശിവൻ ദേവനാണ്. ഇപ്പോൾ ഉൽപ്പല എന്ന് നീട്ടേണ്ടതാണ്.
അപ്പോൾ ഇത് ഉൽപ്പലം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് നമുക്ക് അതിന് ശേഷം കാണാം, അതിൻ്റെ അർത്ഥത്തിലേക്ക് വരുമ്പോൾ കാണാം. പിന്നെ ഉൽപ്പല, പാശോൽപ്പല, അബ്ജപാശോൽപ്പല, ചക്രാബ്ജപാശോൽപ്പല, രുച ചക്രാബ്ജപാശോൽപ്പല, ഇക്ഷുകാർമുകരുച ചക്രാബ്ജപാശോൽപ്പല, ഗദേക്ഷുകാർമുകരുച ചക്രാബ്ജപാശോൽപ്പല, ബീജാപൂരഗദേക്ഷുകാർമുകരുച ചക്രാബ്ജപാശോൽപ്പല. ഇതിലിവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബീജാപൂരഗദേക്ഷു, ആ ഇക്ഷു എന്നുള്ളത് ശരിക്കും കേൾക്കണം അവിടെ. അതുകൊണ്ടാണ് അവിടെ ഒരു പദച്ഛേദം ചെയ്ത് ഈ എന്നുള്ള അക്ഷരം മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബീജാപൂരഗദേക്ഷു എന്ന് ചൊല്ലാതെ ബീജാപൂരഗദേക്ഷു, ആ ഈ എന്നുള്ളത് ശരിക്കും കേൾക്കണം. കാർമുകരുച, പിന്നെ ചക്രാബ്ജ, ആ അബ്ജ, അബ്ജം എന്ന് പറയാതെ അബ്ജ എന്ന് ചൊല്ലിയാൽ അത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്ത് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അബ്ജ. പാശോൽപ്പല, ഉൽപ്പല, പാശോൽപ്പല എന്ന് പറയുന്നത് പാശോൽപ്പല എന്നിങ്ങനെ പറയാം, പാശോൽപ്പല എന്നിങ്ങനെ ചൊല്ലുക. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ വരിയുടെ ഒരു സ്ഥൂലാർത്ഥം എങ്ങനെയാണ്? ബീജാപൂരം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭഗവാന്റെ വലതു കൈയിൽ, ഏറ്റവും താഴത്തെ കൈയിൽ ബീജാപൂരം, മാതള നാരങ്ങ അല്ലെങ്കിൽ പൊമഗ്രനേറ്റ്, പിന്നെ ഗദ രണ്ടാമത്തെ കൈയിൽ, വലതുഭാഗത്തെ രണ്ടാമത്തെ കൈയിൽ, വലതു കൈയിൽ രണ്ടാമത്തെ ഗദ, മൂന്നാമത്തെ കൈയിൽ ഇക്ഷുകാർമുകം, കരിമ്പ് വില്ല്. ഇക്ഷു എന്നാൽ കരിമ്പ്, കാർമുകം എന്നാൽ വില്ല്. നാലാമത്തെ കൈയിൽ രുചം, രുചം എന്നാൽ തൃശൂലം. ഇവിടെ രുച എന്ന് പല ആളുകളും ചൊല്ലി കേട്ടിട്ടുണ്ട്. രുച എന്ന് ചൊല്ലരുത്, രുച എന്ന് മാത്രമേ ഉള്ളൂ. രുച എന്ന് ചൊല്ലിയാൽ പിന്നെ അത് സ്ത്രീലിംഗമായി. ഇവിടെ രുച എന്ന് പറഞ്ഞാൽ അതിവിടെ തൃശൂലം ശ്രീ മഹാദേവനെയാണ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഞാൻ അതിനെക്കുറിച്ച് പറയാം. പിന്നെ അഞ്ചാമത്തെ കയ്യിൽ, ഏറ്റവും മുകളിൽ അഞ്ചാമത്തെ കയ്യിൽ ചക്രം. ഇപ്പോൾ ബീജാപൂരം, മാതള നാരങ്ങ, ഗദ, ഇക്ഷുകാർമുകം, തൃശൂലം, പിന്നെ ചക്രം, 5 കൈകളായി. ഇനി ഇടത് ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ മുകളിലത്തെ ഇടത്തു കൈയിൽ ആറാമത്തെ കൈയിൽ അബ്ജം, താമര, പിന്നെ പാശം, കയറ്, ഉൽപ്പലം, നീല ആമ്പൽ അല്ലെങ്കിൽ നീലത്താമര. ഈ രണ്ടാമത്തെ വരി നോക്കാം. വ്രീഹ്യഗ്രസ്വവിഷാണരത്നകലശത് ഹ്രോദ്യത്കരാംഭോരുഹ. ഇവിടെ അംഭോരുഹ, ഇവിടെ അംഭോരുഹ എന്ന് കഴിഞ്ഞൊരു വിസർഗം കാണാം. വിസർഗം എന്തിനാണ്? സംസ്കൃത അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? മഹാപ്രാണൻ എന്താണ്? അല്പപ്രാണൻ എന്താണ്? ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കേണ്ട രീതി എങ്ങനെയാണ്? സംസ്കൃത അക്ഷരങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രമായിക്കോട്ടെ, അല്ലെങ്കിൽ ദേവീ മഹാത്മ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ സൗന്ദര്യലഹരി ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു ദേവീ ഉപാസകന് ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഈ ഇതിലുള്ള ഓരോ അക്ഷരങ്ങളും ചൊല്ലുമ്പോഴൊക്കെ നമ്മൾ അത്ര ഉച്ചാരണ ശുദ്ധിയോടുകൂടി ചൊല്ലേണ്ടതാണ്. അപ്പോൾ ലളിതാ സഹസ്രനാമ സ്തോത്രവും ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്ന ആൾക്കാർ തീർച്ചയായും കാണേണ്ട ഒരു വീഡിയോ ആണത്. അതെല്ലാവരും കാണുക. പിന്നെ അംഭോരുഹ, പിന്നെ കരാംഭോരുഹ, പ്രോദ്യുത്കരാംഭോരുഹ, രത്നകലശത് പ്രോദ്യുത്കരാംഭോരുഹ, സ്വവിഷാണരത്നകലശത് പ്രോദ്യുത്കരാംഭോരുഹ, പിന്നെ വ്രീഹ്യഗ്രസ്വവിഷാണരത്നകലശത് പ്രോദ്യുത്കരാംഭോരുഹ. ഇതിൽ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വ്രീഹ്യഗ്രസ്വ, സ പ്ലസ് വായാണ്, സ്വവിഷാണ രത്നകലശത് പ്രോദ്യുത്കരാംഭോരുഹ. ഭ, ഭ മഹാപ്രാണനാണ് അവിടെ, അല്ലെങ്കിൽ ഘോഷശബ്ദം. ഭോരുഹ അത് കഴിഞ്ഞിട്ട് വിസർഗമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിത് വിസർഗം എന്നാൽ വിടലാണ്. അപ്പോൾ കരാംഭോരുഹ എന്ന് പറയണം, എന്ന് ചൊല്ലണം. കേരളത്തിൽ പൊതുവായി 2 തരത്തിൽ ചൊല്ലാറുണ്ട്. കരാംഭോരുഹ എന്ന് അങ്ങനെയും ചൊല്ലാറുണ്ട്. അതായത് വിസർഗത്തിന് ഹ ചേർത്ത് ഉച്ചരിക്കേണ്ട. അല്ലാതെ ഞാൻ നേരത്തെ ചൊല്ലിയതുപോലെ തന്നെ
വിടലായിട്ട് കരാംഭോരുഹ അങ്ങനെയും ഉച്ചരിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ വ്രീഹ്യഗ്രം എന്നാൽ ഇപ്പോൾ നമ്മൾ ഉൽപ്പലം വരെ കണ്ടു. ഇനി വ്രീഹ്യഗ്രം അതായത് ഭഗവാന്റെ 8ാമത്തെ കയ്യിൽ ക്ഷമിക്കണം 9ാമത്തെ കയ്യിൽ ഇടതുഭാഗത്തെ 9ാമത്തെ കയ്യിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ വ്രീഹ്യഗ്രം ഈ ഞാൻ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാതെ വ്രീഹ്യഗ്രം എന്ന് പറഞ്ഞാൽ നെൽക്കതിരിൻ്റെ നെല്ലുള്ള ആ ഭാഗം, അതാണ് വ്രീഹ്യഗ്രം. അതൊരു കൂട്ടം നെൽക്കതിരിൻ്റെ ഒരു കൂട്ടം ഭഗവാൻ കയ്യിൽ ധരിച്ചിട്ടുണ്ട്. പിന്നെ സ്വവിഷാണം തൻ്റെ തന്നെ കൊമ്പ് അത് 10ാമത്തെ കയ്യിൽ ധരിച്ചിട്ടുണ്ട്. പിന്നെ രത്നകലശം രത്നങ്ങൾ പതിച്ച അതിനുള്ളിൽ വിശിഷ്ടമായ അമൃതടങ്ങിയിട്ടുള്ള ഒരു രത്നകലശം ഭഗവാൻ തുമ്പിക്കൈയിൽ ധരിച്ചിട്ടുണ്ട്. ഈ ദേവിയിൽ നിന്നും നേരിട്ട് ഉദ്ഭവിച്ചതായതുകൊണ്ട് തന്നെ ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ആദ്യ ധ്യാന ശ്ലോകത്തിൽ ആ ധ്യാന ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം അവിടെ. ഓം സിന്ദൂരാരുണ വിഗ്രഹാം തൃണയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ഇതിൽ ദേവി വലത് കൈയിൽ രത്നകലശം ധരിച്ചിട്ടുണ്ട് എന്നിവിടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതേ രത്നകലശം തന്നെ ഇവിടെ ഭഗവാനും ധരിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരുപാട് സൂക്ഷ്മാർത്ഥങ്ങളും സൂക്ഷ്മതമമായ അർത്ഥങ്ങളും വേറെ വേറെ ഉണ്ട്. അപ്പോൾ രത്നകലശം ഭഗവാൻ തുമ്പിക്കൽ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്ദർഭം വന്നതുകൊണ്ടാണ് ഞാൻ ആ ധ്യാന ശ്ലോകം കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയത്. പിന്നെ പ്രോദ്യത്കരാംഭോരുഹ, പ്രോദ്യത് എന്നാൽ ഉജ്ജ്വലിക്കുന്ന, കരം എന്നാൽ കൈകൾ, അംഭോരുഹ എന്നാൽ താമര. അപ്പോൾ സൗന്ദര്യത്തിൻ്റെ ഒന്നിനും പകരം വെക്കാനില്ലാത്ത സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് രൂപമായ ശ്രീ മഹാദേവിയിൽ നിന്നും ഉദ്ഭവിച്ച ഭഗവാന്റെ ശരീരം അതുപോലെ തന്നെ അതിസുന്ദരമാണ്. അതുകൊണ്ടാണ് ഇവിടെ കരാംഭോരുഹ, അതായത് താമരയ്ക്ക് തുല്യമായ, താമര പോലെ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ താമരയ്ക്ക് തുല്യമായ താമര കൈകളിൽ, അംഭോരുഹം എന്നാൽ താമര, ആ കൈകളിൽ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭഗവാൻ ധരിച്ചിട്ടുണ്ട്. ഇനി 3ാമത്തെ വരി നോക്കാം. ധ്യേയോ വല്ലഭയാ സപത്മകരയാ ശ്ലിഷ്ടോജ്വലഭൂഷയാ. ഒരു വർഷം ചൊല്ലുമ്പോൾ ഭൂഷയാ ഉജ്വലഭൂഷയാ ആശ്ലിഷ്ടോജ്വലഭൂഷയാ സപത്മകരയാ ശ്ലിഷ്ടോജ്വലഭൂഷയാ. പിന്നെ വല്ലഭയാ, ധ്യേയോ വല്ലഭയാ സപത്മകരയാ ശ്ലിഷ്ടോജ്വലഭൂഷയാ. ഈ വരികളിൽ ഒരുപാട് മഹാപ്രാണൻ അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. ധ, ധ്യേയോ, പിന്നെ വല്ലഭയ ഭ. പിന്നെ ഇവിടെ 2 ജകാരങ്ങൾ വന്നിട്ടുണ്ട്. ഉജ്ജ്വലത്താണ്, വെറും ഉജ്ജ്വലത്തല്ല, 2 ജകാരങ്ങളാണ്. ഉജ്ജ്വലത് ഭൂഷയ, ഭായാണ്, മഹാപ്രാണനാണ്. ഭൂഷയാ നീട്ടിയിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേവീ മന്ത്രങ്ങളൊക്കെ നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇതിനൊരു അർത്ഥം നമുക്ക് നോക്കാം. ധ്യേയോ, ധ്യാനിക്കണം, അല്ലെങ്കിൽ ആ ദേവൻ ഇങ്ങനെ ധ്യാനിക്കപ്പെടേണ്ടവനാണ്. വല്ലഭയ, നീ ഭഗവാന്റെ ഇടത് തുടയിൽ ഇരിക്കുന്ന ആ തൻ്റെ പ്രിയ പത്നിയെക്കുറിച്ചിട്ടാണ്, സിദ്ധലക്ഷ്മി ദേവിയെക്കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ധ്യേയോ വല്ലഭയ സപത്മകരയാ. സപത്മകരയ, അതായത് ദേവിയുടെ വലത് കൈയിൽ ദേവി ഒരു താമര ധരിച്ചിട്ടുണ്ട്.
ഇടത് കൈ ഞാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ വരദ മുദ്രയാണ് ദേവി ധരിച്ചിരിക്കുന്നത്. സപത്മകരയാശ്ലിഷ്ടോജ്വലത്. ഇതിൽ മിക്ക ആളുകളും ചൊല്ലിപ്പോറുള്ളത് സപത്മകരയാശ്ലിഷ്ടോജ്വലത് ഭൂഷയ എന്നാണ്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആശ്ലിഷ്ടമാണ്. ആശ്ലിഷ്ടം എന്നാൽ കെട്ടിപ്പിടിക്കുക എന്നാണ്. ഇതിൽ ഭഗവാൻ ദേവിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ധ്യാനിക്കാം. സപത്മകരയാശ്ലിഷ്ടോജ്വലത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ പദച്ഛേദം ചെയ്ത് മുകളിൽ ഇങ്ങനെ ആ എന്ന് മെൻഷൻ ചെയ്യുമ്പോഴാണ് നമുക്കിത് ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, അർത്ഥം മാറിപ്പോവാതെ നമുക്ക് ധ്യാന ശ്ലോകം മനസ്സിലാക്കി പഠിച്ചു പോവാം. അപ്പോഴാണ് നമുക്കതിനൊരു ഭാവം വരുള്ളൂ. നല്ല വൃത്തിയോടും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഭാവത്തോടും കൂടി നമുക്കത് ജപിക്കാൻ സാധിക്കും. സപത്മകരയാശ്ലിഷ്ടോജ്വലത് ഉജ്വലത് ഭൂഷയ. ഇപ്പോൾ ദേവി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലതു കൈയിൽ താമര ധരിച്ചിട്ടുണ്ട്, ഇടത് കൈ വരദമുദ്രയാണ്. ഭഗവാൻ ദേവിയെ ആശ്ലിഷ്ടം ചെയ്തിട്ടുണ്ട്. ദേവി ഉജ്വലത് ഭൂഷയ, അതായത് ജ്വലിക്കുന്ന അതിസുന്ദരമായ ജ്വലിക്കുന്ന വസ്ത്രവും ആഭരണങ്ങളും ധരിച്ചിട്ടുണ്ട്. ഇനി നാലാമത്തെ വരി, വിശ്വോൽപത്തി വിപത്തി സംസ്ഥിതികരോ വിഘ്നേശോ ഇഷ്ടാർത്ഥദ. വിശ്വത്തിൻ്റെ ഉൽപ്പത്തി, അതായത് സൃഷ്ടി, പിന്നെ വിപത്തി സംഹാരം, സംസ്ഥിതി സമ്യക്കാകുംവണ്ണം സ്ഥിതി ചെയ്യുന്നവൻ, അതായത് സംരക്ഷിക്കുന്നവൻ, പിന്നെ അങ്ങനെയുള്ള വിഘ്നേശോ വിഘ്നങ്ങളുടെ നാഥനും അല്ലെങ്കിൽ വിഘ്നങ്ങൾ നശിപ്പിക്കുന്നവനുമായ ആ ഭഗവാൻ. ഇഷ്ടാർത്ഥദ, അതായത് ഇഷ്ടമുള്ള അർത്ഥം ആഗ്രഹങ്ങൾ നൽകുന്നവനുമായ ശ്രീ തൻ്റെ പ്രിയ പത്നിയോടുകൂടി സിദ്ധലക്ഷ്മിയോടുകൂടിയിരിക്കുന്ന ആ ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കണം. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ, ഈ ധ്യാന ശ്ലോകത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം. ഇത് കൂടാതെ ഭഗവാൻ കൈകളിൽ ധരിച്ചിരിക്കുന്ന ഓരോരോ ആയുധങ്ങളെക്കുറിച്ചും ഓരോരോ ആയുധങ്ങളും ഓരോരോ ദേവതകളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഇപ്പോൾ തന്നെ വീഡിയോ ഏകദേശം 23 മിനിറ്റായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഒന്നുകൂടി ഈ ധ്യാന ശ്ലോകം ചൊല്ലാം. ഓം ബീജാപൂരഗദേക്ഷുകാർമുകരുച ചക്രാബ്ജപാശോൽപല വ്രീഹ്യഗ്രസ്വവിഷാണരത്നകലശത് പ്രോദ്യത്കരാംഭോരുഹ ധ്യേയോ വല്ലഭയ സപത്മകരയാശ്ലിഷ്ടോജ്വലദ്ഭൂഷയ വിശ്വോൽപത്തി വിപത്തി സംസ്ഥിതികരോ വിഘ്നേശോ ഇഷ്ടാർത്ഥദ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ സിദ്ധലക്ഷ്മ്യൈ നമഃ.